Islamic Finance Principle, Strength and Opportunities for India's Ethical Growth എന്ന വളരെയേറെ ചർച്ച ചെയ്യേണ്ട എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മളൊക്കെ ഡെയിലി അനുഭവിക്കുന്ന ഒരുപാട് സാമ്പത്തിക വിഷയങ്ങളിൽ ഫിഖ്ഹി പെർസ്പെക്റ്റീവ് അന്വേഷിക്കുന്ന ഒരു യാത്രയായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് ക്യാമ്പസ് സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ 10 മണിക്ക് മുംബൈയിലെ റിസ്വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഷാരിഖ് നിസാറിൻ്റെ ആദ്യ സെഷനോട് കൂടി പിന്നീട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെയും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈസി ആദർശരി ഉസ്താദ് അവറുകളുടെയും ഇന്ത്യൻ സെൻറ്റർ ഫോർ ഇസ്ലാമിക് ഫൈനാൻസ് ജനറൽ സെക്രട്ടറി റഖീബ് സാഹിബിൻ്റെയും മറ്റു അനേകം ഈ ഫീൽഡിൽ പ്രസിദ്ധരായ ആളുകളുടെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ചർച്ചകൾ, കണ്ടെത്തലുകൾ, ഗവേഷണങ്ങളൊക്കെയാണ് 2 ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ വിഷയം പ്രസക്തമാണ്? ഈ ഒരു സെമിനാറിൽ ഒരുപാട് പുറത്തുനിന്ന ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ ഒരു സെമിനാറിൽ പങ്കെടുത്ത വായക്കാട് ദാറുൽ ഉലൂം അറബിക് കോളേജിലെ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ HOD തിരിച്ചു പോകുന്ന സമയത്ത് പറയുകയുണ്ടായി, നമുക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ കൂടുതൽ ഡെവലപ്പ് ചെയ്യണം, കൂടുതൽ വ്യാപിപ്പിക്കണം. ഒരുപാട് ആളുകൾക്ക് ഇന്ന് കാണുന്ന ഒരുപാട് ഇടപാടുകളിൽ ഒരുപാട് സംശയമുണ്ട്. ആ സംശയങ്ങൾക്ക് എത്തിക്കലായ ശരിയ കോംപ്ലയൻസ് സൊല്യൂഷൻ കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. കാരണം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിസ്റ്റമാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ പൗരാണിക കിതാബുകൾ മനനം ചെയ്യുന്ന സമയത്ത് ആ മനനം കൊണ്ട് മാത്രം നമുക്ക് പുതിയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് നിലവിലുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റവും അതിൽ നടക്കുന്ന കോംപ്ലക്സ് ആയ രീതികളെക്കുറിച്ചും കൃത്യമായ അവബോധം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ 2 നോളജ് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്ക് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരം വിഷയങ്ങളോട് സമീപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയം നമ്മൾ 2 ദിവസമായി ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് ഇന്നലെ റഖീബ് സാഹിബ്, അദ്ദേഹം ഇന്ത്യൻ സെൻറ്റർ ഫോർ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പരിപാടി കഴിഞ്ഞ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക് ഫൈനാൻസിനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അതിൽ റിസർച്ചിൽ തൽപരരായ വിദ്യാർത്ഥികൾ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ ഇവിടെ നടക്കുന്നത്. നിങ്ങളെപ്പോലത്തെ സൊസൈറ്റി ലീഡേഴ്സ് ഇതിന് കൂടുതൽ സപ്പോർട്ട് നൽകി ഇതിനെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് റഖീബ് സാഹിബ് മുനവ്വർ അലി ശിഹാബ് തങ്ങളോട് പറയുന്നുണ്ട്. ഇന്നലെ ഡോക്ടർ ഷാരിഖ് നിസാർ അദ്ദേഹത്തിൻ്റെ സംസാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് പറഞ്ഞു, ഇന്ത്യയിൽ എത്തിക്കൽ സ്റ്റോക്ക് സ്ക്രീനിങ് നടത്താൻ ഞാൻ സാധാരണ അത് ട്രെയിനിങ് ചെയ്യുന്ന ആളുകളാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഇന്റേൺഷിപ്പും മറ്റും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഈ ഏരിയയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഇവിടെ പങ്കെടുത്തു. മലേഷ്യയിൽ നിന്നുള്ള 2 പ്രതിനിധികൾ ഓൺലൈനായി, വിർച്വലായി ഈ ഒരു സെമിനാറിൽ പങ്കെടുത്തു. ഞാൻ ദീർഘമായി ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല. കാലികമായി നമ്മൾ ഏറെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾ പറയുകയുണ്ടായി, ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും ഇവിടെ മാത്രം ഒതുങ്ങിപ്പോകരുത്. കാരണം സമൂഹം ആവശ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളിവിടെ ഉടനീളം ചർച്ച ചെയ്തത്. നമ്മളിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു ചെറിയ ശ്രമമാണ് എന്നുള്ളത് ആദ്യമായി അറിയിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള പരിപാടികൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിഖ് കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു എളിയ ശ്രമമാണ്. ഈ മേഖലയിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനും, ഏകദേശം നമ്മൾ കോൾ ഫോർ പേപ്പേഴ്സിന് ക്ഷണിച്ച സമയത്ത് 135ഓളം അബ്സ്ട്രാക്റ്റുകൾ നമുക്ക് വരികയുണ്ടായി. നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു.
അങ്ങനെ സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ ഇതിനെ ക്രമീകരിക്കുകയും അതിനാവശ്യമായ രീതിയിൽ നമ്മൾ ഇത് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ തുടക്കമാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ഫിഖ് കോൺഫറൻസ് സംഘടിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. വലിയൊരു സംഖ്യ നമുക്കിതിന് ചെലവുണ്ട്. ആ ചെലവിന് വേണ്ടിയിട്ട് പല ആളുകളെയും നമ്മൾ സമീപിച്ച സമയത്ത് ഈ വിഷയത്തിൽ വളരെ താല്പര്യമുള്ള ആളുകൾ, ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ എത്തിക്കലായിട്ടുള്ള സൊല്യൂഷനുകൾ, ശരിയാ കോംപ്ലൈൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനുകൾ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ വിഷയമാണെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സ്പോൺസർ ചെയ്ത ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ വാഫി അലുമിനി GCC കമ്മിറ്റിയെ ബന്ധപ്പെട്ടപ്പോൾ വളരെ സപ്പോർട്ടോടു കൂടെ അവർ പല ഇതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളും സ്പോൺസർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരുപാട് ആളുകൾ സ്പോൺസർ ചെയ്ത് ചെറുതും വലുതുമായ സംഖ്യകൾ സംഭാവന ചെയ്തിട്ടാണ് നമുക്ക് ഇത്ര വിപുലമായ രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിനാദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അള്ളാഹു അവരുടെയൊക്കെ സംഭാവനകൾ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അവസാന സെഷനിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ വാഫി ക്യാമ്പസിൻ്റെ പ്രസിഡൻറ്റും CIC-യുടെ വൈസ് പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട PSH തങ്ങൾ അവർകളാണ്. തങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിന് അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് നമ്മുടെ ക്യാമ്പസ് വൈസ് ഡീൻ ഡോക്ടർ അയ്യൂബ് വാഫി ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫ് സാഹിബ്, സിൽവാൻ മുസ്തഫ സാഹിബ്, അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി, അതുപോലെ ഡോക്ടർ അബ്ദുൽ ജലീൽ വാഫി അസ്ഹരി, ഡോക്ടർ മുഹമ്മദ് അലി വാഫി, ഡോക്ടർ റഫീഖ് വാഫി, അതുപോലെ ഈ പരിപാടിയിൽ നന്ദി പ്രകാശം നിർവഹിക്കുന്ന മുസമ്മിൽ ST, അങ്ങനെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും മറ്റു ഈ പരിപാടിക്ക് വേണ്ടി ഇന്നലെ മുതൽ എത്തിയ ഡെലിഗേറ്റ്സിനെയും ഈ ക്ലോസിംഗ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ കർമ്മം നിർവഹിച്ച് ഞാൻ പിന്മാറും. നമ്മൾ ഈ സമയത്ത് എന്താണ് ടേക്ക് അവേ എന്താണ് ആലോചിക്കേണ്ടത്? നമ്മൾ 2 ദിവസമായി എല്ലാവരും ഇവിടെ കൂടി ഇരുന്ന് ഒരുപാട് ഡെലിബറേഷൻസ് നടത്തി. ഇതിനു വേണ്ടി ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് പണികൾ നടന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടിയിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, ഉമറാക്കൾ എല്ലാം നമ്മുടെ കൂടെയുണ്ട്. പല ആളുകളും നമ്മുടെ കൂടെ പങ്കെടുത്ത് ഇപ്പം നമ്മളോട് കൂടെ ഇല്ല. പക്ഷേ അവരൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇതായിരിക്കും: നമ്മൾ എന്താണ് ഈ 2 ദിവസം കൊണ്ട് നേടിയെടുത്തത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പർപ്പസ്. നമ്മൾ ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം നടത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉള്ള മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങളിൽ ഏകദേശം 10% ഇന്ത്യയിലാണ് എന്നാണ് പറയാറുള്ളത്. അതേസമയത്ത് രാഷ്ട്രീയപരമായി, സാമ്പത്തികമായി, മീഡിയ, ജുഡീഷ്യറി രംഗങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളുടെ പ്രസൻസ് വളരെ തുച്ഛമാണ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളില്ല. നമ്മൾ കുറച്ച് മുന്നേ ബീഹാറിൽ നിതീഷ് കുമാർ നമ്മളുടെ ഒരു മുസ്ലിം ഡോക്ടറുടെ പർദ്ദ പിച്ച് ചീന്തുന്നത് നമ്മളൊക്കെ കണ്ടു, നമ്മളൊക്കെ വിഷമിച്ചു. അതിനുശേഷം നമുക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ഒരു പക്ഷേ മീഡിയകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. ഷമാഇൽ നദ്വി എന്ന് പറയുന്നയാൾ ജാവേദ് അക്തറുമായി നടത്തിയ ഒരു
ഡിബേറ്റാണ്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വശങ്ങളൊക്കെ അവിടെ മാറ്റിവെച്ച് നമ്മൾ ആരുടെ പിന്മുറക്കാരാണ്, എന്താണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ആലോചിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ പലപ്പോഴും ഫിഖ്ഹ്, മുആമലാത്ത്, ദറസ്, പള്ളി ദർസ്, അറബിക് കോളേജുകൾ ഇതൊക്കെ ഒരു കാറ്റഗറിയാക്കി മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മളായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. നമ്മളൊരർത്ഥത്തിൽ ഈ സെമിനാറിലൂടെ ചെയ്തത് ഫിഖ്ഹിൻ്റെ കിതാബുകളൊക്കെ ഷെൽഫിൽ നിന്നെടുത്ത് അതിനെ ജീവിതഗന്ധിയാക്കാൻ പറ്റുന്ന രീതിയിൽ ഡെലിബറേഷൻസ് നടത്തുകയാണ്. ഇന്നലെ ഇവിടെ നടന്ന പല ചർച്ചകളിലും അസറ്റുകളെക്കുറിച്ച് ചർച്ച നടക്കുകയായിരുന്നു. സ്വർണം വെള്ളിയിൽ നിന്ന് മാറി ക്രിപ്റ്റോ കറൻസിയിലും നമുക്കൊന്നും കേൾക്കാൻ ഇപ്പോഴും പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത പുതിയ ടെക്നോളജികൾ, അതിലൂടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക, ബിസിനസ്സിൻ്റെ പുതിയ മേഖലകൾ. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ നമ്മളുടെ കപ്പ് ഓഫ് ടീ ആണോ എന്നൊരു ചോദ്യം വളരെ റെലവൻ്റാണ്. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മുടെ മിഷൻ ദീനാണ്, ഇസ്ലാമാണ് എന്നൊക്കെ പറയാം. നമ്മളൊന്നുകൂടെ നമ്മളുടെ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ആരാണ്? ഇലോൺ മസ്ക്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഇലോൺ മസ്ക് എന്ന് നമ്മൾ ഇപ്പോൾ സങ്കല്പിക്കുക. ഈ ഇലോൺ മസ്കിനേക്കാൾ സമ്പന്നനായ ഒരു മനുഷ്യന് കുറച്ച് മുന്നേ മാലി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് രാജാവായിട്ടുണ്ടായിരുന്നു, മൻസ മൂസ. ലോകത്തെ ഇതുവരെ ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും റിച്ചസ്റ്റ് മനുഷ്യനായിട്ട് എണ്ണപ്പെടുന്നത് ഒരു മുസ്ലിമാണ്. അമവി ഭരണകൂടം അന്തലുസിൽ സ്പെയിനിൽ നടക്കുന്ന സമയത്ത് ഇന്ന് അമേരിക്കയുടെ ബജറ്റിൻ്റെ പകുതിയിലധികം അവരുടെ ബജറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 600-700 കൊല്ലങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു കമ്പാരിസനാണ്. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ റഹ്മത്തല്ലിൽ ആലമീനായിട്ട് ഒരാൾ വന്നിരുന്നു. ആ ആള് കൊളത്തി വെച്ച ഒരു വിളക്ക് അല്ലെങ്കിൽ കത്തിച്ചു വിട്ട ചില മനുഷ്യന്മാർ, സാധാരണ മനുഷ്യന്മാർ, തണ്ട് കാട്ടുന്ന മനുഷ്യന്മാർ, അവരൊക്കെ ഹൈലി പൊളിറ്റിക്കലാക്കി മാറ്റി. ഇന്നത്തെ അമേരിക്കയും റഷ്യയും ഏതാനും കൊല്ലങ്ങൾ കൊണ്ട് കീഴടക്കുകയാണ്. ആരാ കീഴടക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു. ആരും അല്ലാത്തൊരു മനുഷ്യൻ ഏതാനും കൊല്ലങ്ങൾ കൊണ്ട് ഇന്നത്തെ അമേരിക്കയും റഷ്യയും കീഴടക്കാൻ പറ്റുന്ന രീതിയിൽ പൊളിറ്റിക്കലി എംപവർ ചെയ്യുന്ന ഒരു മാജിക്ക് റസൂൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ അയവറക്കുന്നത് അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുന്നത് നമ്മളെക്കുറിച്ച് ഒന്നുകൂടെ വിചിന്തനം നടത്താൻ വേണ്ടിയിട്ടാണ്. ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വേറെ ആൾക്കാരുണ്ട്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യയിലെ റിച്ചസ്റ്റ് ആളുകളുടെ ലിസ്റ്റിൽ ആരുമില്ല. നമ്മളുടെ പോപ്പുലേഷൻ വൈസ് നമ്മൾ വലിയ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വലിയൊരു പ്രസൻസ് ആണ്, പക്ഷേ മറ്റൊരർത്ഥത്തിൽ നമ്മൾ എവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മനസ്സിലാക്കേണ്ടത് മുആമലാത്ത് എഴുതിയിട്ടുള്ളത് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് പ്രാക്ടീസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട മെസ്സേജ്. നമ്മൾ സ്വന്തം ഉൾക്കൊള്ളുക, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ കൂടെ കൂട്ടുക. രാഷ്ട്രീയക്കാർ വേണം, ബിസിനസ്സുകാർ വേണം, അവരൊക്കെ ആയിട്ട് നമ്മളൊരു ഇൻ്ററാക്ഷൻ നടത്തണം, നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ ശരിയാക്കണം. റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യർക്കുമാണ്, എല്ലാ മൃഗങ്ങൾക്കുമാണ്, പ്രകൃതിക്കാണ്, മരങ്ങൾക്കാണ്, ഭൂമിക്കാണ്. അങ്ങനത്തെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ അനുയായികളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അപ്പോൾ നമ്മൾ ബിസിനസ്സുകാരാവണം. ബിസിനസ് വളരെ കോറായ നമ്മുടെ അജണ്ടയിൽ വരണം. നമ്മൾ പൊളിറ്റിക്കൽ എംപവർമെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്, സോഷ്യൽ എംപവർമെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്, കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും പ്രൊഡക്ഷനെ കുറിച്ചും പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇസ്ലാമിക് സിവിലൈസേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ മറ്റാരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
അതേ സമയത്ത് അതിനൊക്കെ ഒരു ഹ്യൂമെയിൻ ആയിട്ടുള്ള, ഒരു എത്തിക്കലായിട്ടുള്ള, മനുഷ്യരായി കാണാൻ പറ്റുന്ന ഒരു വേൾഡ് വ്യൂ ഉണ്ടായിരുന്നു. മനുഷ്യന്മാർക്കൊക്കെ ഇവിടെ എന്തോ ഒരു പർപ്പസ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ മതം. ആ മതത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഫിഖ്ഹ് പഠിക്കുന്നത്, മുആമലയിൽ നമ്മൾ ചേരുന്നത്, അത് കിതാബ് ഓതാൻ വേണ്ടി മാത്രമല്ല, നമ്മളെ ജീവിതത്തിൽ പകർത്താൻ കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയക്കാരെ, നമ്മളുടെ ഉമറാക്കളെ, നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ കൂടെ കൂട്ടി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ പൊട്ടൻഷ്യലുകൾ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള എനർജിയാണ് നമ്മൾ ഇവിടെ നിന്ന് ടേക്ക് അവേ ആയി കൊണ്ടുപോകേണ്ടത്. അതിനുള്ള ഊർജ്ജമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരേണ്ടത്. അതിന് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ്, നമ്മുടെ കൂടെ ഇന്ന് കൂടിയ രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, നമ്മളുടെ ബിസിനസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഉമറാക്കൾ, ഉലമാക്കൾ എല്ലാവരും കൂടി നിന്നുകൊണ്ട് നമ്മളൊരു വിഷൻ്റെ പുറത്ത് മുന്നോട്ട് പോകണം. ഈ വിഷന് നമ്മൾ കൂടി ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ വരും വരായ്മകൾ നോക്കി കണ്ടറിഞ്ഞ് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇത്. നമ്മൾ ആരെയും ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ടല്ല, എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി, എല്ലാ മൃഗങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി, ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി, മരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഗ്ലോബൽ വാർമിംഗ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭൂമിയുടെ പല ഭാഗങ്ങളും ഇനി കുറഞ്ഞ കാലം കൊണ്ട് കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന പറയണത്. വലിയ വലിയ മഞ്ഞുമലകളൊക്കെ ഉരുകി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എത്തിക്കലി ബിസിനസ് ചെയ്യാൻ, മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ടി തകാഫുൽ പ്രപ്പോസ് ചെയ്യാൻ, അവർക്ക് വേണ്ടി ഇർഫാഖ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ഇന്നലെ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ പറഞ്ഞ പോലെ അശറത്തുൽ മുബശ്ശിരീങ്ങളായിരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ലോകത്തെ ബില്യണേഴ്സാണ്. 4 ആളുകൾ 6 ആളുകൾ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആൾക്കാർ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ തസ്കിയത്താണ്, ഏറ്റവും വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, നിങ്ങൾ സ്വർഗമുള്ളവരാ. ആ ആൾക്കാരിൽ 6 ആളുകൾ, ചിലപ്പോൾ പറയാറുണ്ട് 4 ആളുകൾ, അവർ, അതായത് മെജോറിറ്റി, അവർ വലിയ സമ്പന്നരാണ്. ഇന്ന് ഇലോൺ മസ്കിനെ പോലെ, ട്രംപിനൊക്കെ പോലെയുള്ള വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഇത് രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നമ്മൾ പറയാറുണ്ട്, ഇന്ന് ഒരുപാട് ഐഡിയോളജീസ് നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യൻ്റെ ലിബറേഷനെ കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന, എല്ലാ അർത്ഥത്തിലും ഒത്തിണങ്ങിയ ഒന്നാണ് നമ്മളെ കയ്യിലുള്ളത്. പക്ഷേ ഇത് പലപ്പോഴും കൂട്ടിയോജിപ്പിക്കാൻ, കൂടിയിരിക്കാൻ നമുക്ക് പറ്റാറില്ല. അതിനുള്ള ഒരു തുടക്കമാവട്ടെ, അതിലേക്ക് വഴി കാട്ടുന്ന ഒന്നായി മാറട്ടെ നമ്മളുടെ ഈ ഇൻ്റർനാഷണൽ സെമിനാർ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും, ഈ പങ്കെടുത്ത ആളുകൾക്കൊക്കെ പുതിയ ഇൻസൈറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മളുടെ കൂടെ കൂടിയ എല്ലാ ആളുകൾക്കും നല്ലത് വരട്ടെ എന്നും നല്ലത് പ്രവർത്തിക്കാൻ, ഈ ലോകത്തും പരലോകത്തും നന്മ വരാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. I now invite our esteemed presence here, PSH Tangal, President of Wafi Campus Kaligao, to formally inaugurate the closing ceremony. بسم الله الرحمن الرحيم والصلاة والسلام على أفضل المخلوقين سيدنا محمد وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ ഈ ക്ലോസിംഗ് സെറമണിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അയ്യൂബ് വാഫി, ഈ പരിപാടിയുടെ സ്വാഗതപ്രസംഗം നിർവഹിച്ച പ്രിയപ്പെട്ട സലാഹുർ റഹ്മാൻ, ഖിറാഅത്ത് നടത്തിയ ഹാഫിസ് ഫർഹാൻ, വേദിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ജനറൽ സെക്രട്ടറി ഓഫ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി ആൻഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അദ്ദേഹം. പ്രിയപ്പെട്ട സിൽവാൻ മുസ്തഫ, പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി, പ്രിയപ്പെട്ട ജലീൽ വാഫി, അയ്യൂബ് വാഫി, യൂസുഫ് ഹുസൈൻ, മുഹമ്മദ് അലി വാഫി, മുഹമ്മദ് കുട്ടി, മൊയിനുദ്ദീൻ ബാക്കവി, കുഞ്ഞാമു ഫൈസി, എം കെ അബ്ദുള്ള ഫൈസി, മുഹമ്മദ് നൂർ ഫൈസി, അബ്ദുറഹ്മാൻ ഫൈസി, അബ്ദുൽ ഹക്ക് ഇത്മി, അബ്ദുസലാം ഫൈലി,
ഉമ്മറാജി മഞ്ചത്തിപ്പെട്ടി, കാളികാവ് നൗഷാദ് മാസ്റ്റർ, നൗഫൽ വാഫി, മറ്റെൻ്റെ മുന്നിലിരിക്കുന്ന വാഫി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി അള്ളാഹു ഈ മഹത്തായ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ, നാളെ നമ്മുടെ ഹസനാത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 ദിവസമായി നടന്നു വരുന്ന CIC-യുടെ ആസ്ഥാനത്ത് നടന്നു വരുന്ന 2 ദിവസമായി വിവിധ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഒരു മഹത്തായ സദസ്സിൻ്റെ സമാപനം കുറിക്കുന്ന ഒരു ദിനമാണിന്ന്. സമാപന ചടങ്ങിലാണ് നമ്മളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചർച്ചകളും വിശകലനങ്ങളൊക്കെ ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്നു, കാലത്തും നടന്നു. ഞാൻ വന്നപ്പോൾ ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സമാപന സെഷനിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഫിഖഹിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ടെക്നോളജിയുടെ കുതിച്ചുചാട്ടമുള്ള ഒരു കാലഘട്ടമാണിത്. സാമൂഹിക സാഹചര്യങ്ങളും സാമ്പത്തിക മേഖലകളിൽ വലിയ വലിയ മാറ്റങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ, ഇസ്ലാമിക തത്വങ്ങൾ പാലിച്ചുള്ള ഇടപാടുകളും രീതികളും പലർക്കും ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വാഫികളിങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ബിസിനസ് രീതികളിലെ ഉള്ള ഫിഖ് മസാലകൾ ആധുനിക കാലഘട്ടങ്ങളിൽ ഒരുപാട് ബിസിനസ്സുകൾ നമുക്കറിയാം. പല നിലക്കുള്ള ബിസിനസ്സുകളും പല നിലയിലും പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതൊക്കെ ഫിഖിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ചാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് നടന്നിട്ടുള്ളത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക് ഫൈനാൻസ് സാധ്യതകൾ, വെല്ലുവിളികൾ, ആധുനിക ഇടപാടുകളുടെ കർമ്മശാസ്ത്രം, അനന്തരാവകാശ നിയമങ്ങളിലേക്കുള്ള മസാലകൾ, ഇതൊക്കെ കണക്കൂട്ടി പുതിയ വായനകൾ തുടങ്ങിയവയാണ് പ്രധാനമായും കോൺഫറൻസ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഫിഖ് മസാലകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, വളരെ കുടുസായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫിഖ് മസാലകൾ കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്. ആ കടമ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഏത് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ശരഈ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കാനുള്ളത്. അതിൻ്റെയൊക്കെ ആകത്തുക ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടന്ന ചർച്ചകളിൽ ഉൾത്തിരിഞ്ഞ് കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. ഒരുപാട് പേര് എന്നെയും പ്രസംഗിക്കേണ്ട പ്രിയപ്പെട്ട മുസ്തഫയുണ്ട്, സിൽവാൻ മുസ്തഫയുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് മഹാത്മാക്കളെ വലിയ വലിയ പ്രാസംഗികർ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി. വാഹിറു ദഅ്വാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ അധ്യക്ഷൻ ഉസ്താദ് അയ്യൂബ് വാഫി, ഈ സമാപന സെഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ സമാദരണീയനായ PSH തങ്ങൾ, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട സഹലു റഹ്മാൻ വാഫി, വേദിയിൽ സംസാരിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട സിൽവാൻ മുസ്തഫ അവർകൾ, അതുപോലെ തന്നെ കാളികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ നഞ്ചച്ചവിടി, ബഹുമാന്യനായ അബ്ദുൽ ജലീൽ വാഫി ഉൾപ്പെടെ വേദിയിലും വേദിക്ക് പുറത്തുമുള്ള ഏറെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ പ്രസക്തമായ വിഷയസംബന്ധമായി 2 ദിവസങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അതിൻ്റെ താൽക്കാലികമായ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യമായി ഹൃദയം തുറന്ന് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ
ഇതിൻ്റെ സംഘാടകരെ അഭിവാദ്യം ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രസക്തമായ വിഷയമാണ് ഇവിടെ നിങ്ങൾ ചർച്ചക്കെടുത്തിട്ടുള്ളത്. സാമ്പത്തിക മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, വല്ലാത്തൊരു അഭിനിവേശമുള്ള ഒരു മേഖലയാണ്. ലോകത്തൊരാളും സമ്പത്തിൻ്റെ കാര്യത്തിൽ അത്ര ഉദാസീനതയോടുകൂടി പ്രവർത്തിക്കുന്നവരല്ല. എല്ലാവരും അവനവൻ്റെ കഴിവിനനുസരിച്ച് സാമ്പത്തിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് അതിൽ പരമാവധി നില മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന ആളുകളാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ള ഒരു വിഭാഗമാണ് നമ്മളെല്ലാവരും. വളരെ സമഗ്രമാണ് ഇസ്ലാമിക തത്വശാസ്ത്രം മറ്റെല്ലാ വിഷയത്തിലും എന്ന പോലെ സാമ്പത്തിക മേഖലയിലും നമുക്ക് വഴി കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഓരോരുത്തരും പല സന്ദർഭങ്ങളിലും ഈ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്, അപൂർവം ചില ആളുകളെ മാറ്റി നിർത്തിയാൽ പല സന്ദർഭങ്ങളിലും നമുക്ക് ശരി എന്ന് തോന്നുന്ന രൂപത്തിലുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാനും അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാനുമൊക്കെ താല്പര്യം കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സമ്പത്തിൻ്റെ പിറകെ പോവുക എന്നുള്ളത്, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഇന്ന് വളരെയധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ്. കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സാമ്പത്തികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ തലമുറ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുണ്ട്, നമുക്കിടയിലൊക്കെ ഉണ്ട്. അങ്ങനെ സമ്പത്തുണ്ടായാൽ തന്നെ ആ സമ്പത്ത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, വിശ്വാസപരമായി അതിൻ്റെ കർമ്മ വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലർക്കും അറിയില്ല. ഇവിടെ സംസാരിക്കുന്ന ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇത് സമഗ്രമായി നമ്മൾ ഈ സാമ്പത്തിക വിഷയങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് പലപ്പോഴും അറിയാറില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശം തരാനുള്ള ആളുകളുണ്ടായിരുന്നു, അവരെ സമീപിക്കുമായിരുന്നു. ഇന്നും ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ അന്വേഷണവും പുതിയ ടെക്നോളജിയൊക്കെയാണ് ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ സക്കാത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് പോലും അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുന്നതിന് പകരം നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അപ്പം ഇത്തരം വിഷയങ്ങളിൽ വളരെ അവധാനതയോടും സൂക്ഷ്മതയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയെ വളരെ കൃത്യമായി അപഗ്രഥിച്ച് അതിൽ നിന്ന് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ രണ്ട് ലോകത്തേക്കും, ഞാൻ ഈ പരിപാടിയെ കാണുന്നത് അങ്ങനെയാണ്, ഇതൊരു ചെറിയ ഒരു ലക്ഷ്യമല്ല ഇതിനുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ട് ലോകത്തേക്കുമുള്ള വല്ലാത്തൊരു സംഗതിയാണ്. കാരണം സാമ്പത്തിക മേഖലയിലെ അച്ചടക്കത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ അതിനെ എങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പദ്ധതികളിലേക്ക് മാറ്റിക്കൊണ്ടുപോകാം
എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അതിന് സാധ്യതകൾ ആരായുകയാണ്. ആ സാധ്യതകളുടെ റിസൾട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കർമ്മശാസ്ത്രം നിഷ്കർഷിക്കുന്ന പോലെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ സൂക്ഷ്മതയുടെ പേരിൽ, സാമ്പത്തിക മേഖലയിലെ സൂക്ഷ്മതയുടെ പേരിൽ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന വല്ലാത്ത ഒരു തണലുണ്ട്. ആ തണലിലുകൂടി ഗുണകരമാവുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, പണ്ടത്തെ പോലെയല്ല. എത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയുടെ വല്ലാത്തൊരു ചിന്തയാണത്. ഇവിടെ ഇരിക്കുന്നതൊക്കെ വളരെ പ്രഗത്ഭരായിരിക്കുന്ന ഗവേഷക വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് നിങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറയുടെ ഈ സാമ്പത്തിക മേഖലയിലെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചിന്തകളിലേക്കും അവരുടെ അത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്കുമൊക്കെ നമ്മുടെ ചർച്ചകളും പ്രവർത്തനങ്ങളും മാറേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ സാമ്പത്തികമായി ഒരു അച്ചടക്കവുമില്ലാതെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും പോലെ സാമ്പത്തിക മേഖലയിലും ഒരു അച്ചടക്കവുമില്ലാതെ എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ആ പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് പിന്നീടാണ് ആലോചിക്കുന്നത്. ഞാൻ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്, സമ്പത്തുണ്ടാക്കുന്നത്, ആ സമ്പത്ത് എനിക്ക് എങ്ങനെ വിനിയോഗിക്കണം എന്ന ചിന്തയില്ലാതെ കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിലേക്ക് അത് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിലുണ്ടാക്കുന്ന വല്ലാത്ത ഒരു അരാജകത്വമുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ, നാളെ ഈ നാടിന് ഗുണകരമായി വളർന്നു വരേണ്ട തലമുറ, അവരിൽ പല ആളുകളും സമൂഹം കുറ്റവാളികളായി അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ ജയിലുകളിലൊക്കെ ചെറുപ്പക്കാർ 2 കാര്യത്തിനാണ് ഇപ്പോൾ കൂടുതലും ജയിലിലുള്ളത്. അതൊന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ലഹരി ഇടപാടിൽ ഇവർ പിടിക്കപ്പെടുന്നത് പൈസക്ക് വേണ്ടിയാണ്. ഞാൻ ഇത്തരം ചെറുപ്പക്കാരുടെ വേദികളൊക്കെ കിട്ടുമ്പോൾ ഇടക്ക് പറയുന്ന ഒരു വിഷയമാണ്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സംഘടനാപരമായിരിക്കുന്ന ഒരു സമരത്തിന്റെ പേരിൽ കോഴിക്കോട് ജയിലിൽ പോയപ്പോൾ അവിടെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിരയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ജയിൽ പുള്ളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് വയസ്സായ ആളുകളായിരുന്നു. ഒരു 50 വയസ്സിന്റെ മുകളിലുള്ള ആളുകളായിരുന്നു ജയിൽ പുള്ളികളായി നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരെന്ന് പറയുന്നത് 15 വയസ്സ് തൊട്ട് കൗമാരക്കാരുണ്ട്. അവർ കുട്ടികളുടെ ജയിലിലാണ് കഴിയുന്നത്. 18 വയസ്സ് മുതൽ 35-40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ, മൊത്തം തടവുള്ളികൾ എത്രയുണ്ടോ അതിൻ്റെ നല്ല ഒരു ശതമാനം, ഒരു 70-75% ചെറുപ്പക്കാരാണ്. അപ്പം ഞാൻ അവിടെ ആ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ പല ചെറുപ്പക്കാരുമായി സംസാരിക്കാനും പരിചയപ്പെടാനും അവസരം കിട്ടിയപ്പോൾ അവരിൽ പല ആളുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിടിക്കപ്പെട്ടു വന്നത് ഒന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഞാൻ അതിലൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ആ ചെറുപ്പക്കാരൻ പേര് പറഞ്ഞു. കാസർഗോഡുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നമ്മുടെ പ്രവാചകന്മാരുടെ പേരിനെ കടത്തിവെട്ടുന്ന രൂപത്തിലുള്ള മനോഹരമായിരിക്കുന്ന ഒരു പേര്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലഹരി കേസിൽ പിടിക്കപ്പെട്ടു വന്നതാണ്. എന്താണ് കേസ്? എത്രയായി ഇവിടെ വന്നിട്ട് എന്ന് ചോദിച്ചു. 2 വർഷമാവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കല്യാണമോ? ജീവിതം തന്നെ പോയില്ലേ ഇക്ക എന്നെന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ജീവിതം പോവേ? അതെങ്ങനെയാണ്? അപ്പൊ ഇവിടെ നീ തടവ് ശിക്ഷ പ്രതീക്ഷിക്കുന്ന കാലയളവ് എത്രയാണ്? അവൻ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷത്തോളം ഇവിടെ ജയിലിൽ കഴിയേണ്ടി വരും. എന്താണ് നീ ചെയ്ത തെറ്റെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലഹരി കടത്തിയതാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ലഹരി കടത്തിയതാണ്.
300 കിലോ കഞ്ചാവ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുന്നതിനിടെ പിടിക്കപ്പെട്ട് കോഴിക്കോട്ടെ ജയിലിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു, നല്ല പൈസ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ, ഇത് ബിസിനസ്സാണോ, ഇത് നിരന്തരം ചെയ്യുന്ന സംഗതിയാണോ, ഇഷ്ടംപോലെ പൈസ ഉണ്ടാവുമല്ലേ, 300 കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് വന്നാൽ എത്ര പൈസ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വർത്തമാനം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 25,000 രൂപക്ക് ഒരു ജീവൻ നശിപ്പിച്ചുകൊണ്ട്, ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ വേദനയായിക്കൊണ്ട് കോഴിക്കോട്ടെ പുതിയറയിലെ ജയിലിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നത്, വർഷങ്ങളായി കിടക്കുന്നത് 25,000 രൂപയ്ക്ക് വേണ്ടിയാണ്. മറ്റൊരു ചെറുപ്പക്കാരനെ ഞാനവിടെ പരിചയപ്പെട്ടു, 19 വയസ്സുള്ള ഒരു കുട്ടിയെ. ഞാൻ ചോദിച്ചു, എന്തിനാണ് ജയിലിൽ വന്നത്? ആ കുട്ടി പറഞ്ഞു, ഞാനൊരു അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് ജയിലിൽ വന്ന് കിടക്കുന്നത്. അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട്ടെ ജയിലിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര പൈസ കിട്ടി? അപ്പോൾ അവനോട് പറഞ്ഞ വർത്താനം കേട്ട് എനിക്ക് അത്ഭുതവും ചിരിയും വന്നുപോയി. അവൻ പറഞ്ഞു, വിഗ്രഹം വിറ്റിട്ട് 2,050 രൂപ കിട്ടി, അതിൽ 1,300 രൂപ ഓട്ടോറിക്ഷയ്ക്ക് ചിലവായി. 2,050 വിഗ്രഹം വിറ്റ് 1000, ഇത് തൊട്ടടുത്ത സ്ഥലത്ത് കൊടുക്കാൻ പറ്റൂലല്ലോ, പിടിക്കപ്പെടുമല്ലോ. അപ്പോൾ ദൂരെ ഒരു സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയതാണ്. അതിന് ഓട്ടോറിക്ഷ ചാർജ് 1,300-ഉം ബാക്കി 2,050-ൽ എത്രയുണ്ട്? 750 രൂപക്ക് കോഴിക്കോട്ടെ ജയിലിൽ ഒരു കുട്ടി വന്ന് കിടക്കുന്നത് കഴിഞ്ഞ 9 മാസമായി ആ കുട്ടി അവിടെ കിടക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണിത്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന തലമുറയെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കർമ്മശാസ്ത്രപരമായി സാമ്പത്തിക മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് കൂടി, സാമ്പത്തികമായ അച്ചടക്കത്തിൻ്റെ വിഷയങ്ങളിലേക്ക് കൂടി നമ്മുടെ ചർച്ചകൾ പോകണം, നമ്മുടെ വിഷയങ്ങൾ പോകണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മൾ കാണുന്നത് നാട്ടിൽ പല സംരംഭങ്ങളും ഇങ്ങനെ കൂനുപോലെ മുളച്ചു പൊന്തുകയാണ്. അപ്പം അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു അവധാനത, ഒരു സൂക്ഷ്മത, അവിടെയൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ അച്ചടക്കങ്ങളാണ് പുലർത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ജാഗ്രതയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വഴി നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. വാഫി ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വലിയ താല്പര്യത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ വാഫി സംവിധാനങ്ങൾ നോക്കിക്കാണാറുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല. വാഫി ക്യാമ്പസ് നിങ്ങളുടെ ഈ സംവിധാനത്തെക്കുറിച്ച് തന്നെ പറയാറുള്ളത് സമന്വയ വിദ്യാഭ്യാസമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരം ചേർന്നുകൊണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട്, നമ്മുടെ ധാർമ്മിക വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ നാട്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സംബന്ധമായിട്ടും ചർച്ചകളും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന, വിവിധ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന വല്ലാത്ത മനോഹരമായ ഒരു സംവിധാനമാണ് വാഫി സംവിധാനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് ചർച്ചക്കെടുക്കാൻ വേണ്ടി സാധിച്ചത്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസിലെ കുട്ടികളിൽ മാത്രം ഒതുങ്ങേണ്ട വിഷയമല്ല. ഞാനതാണ് പറഞ്ഞത്. ഒരു വലിയ സമൂഹം അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. ആ വിഷയം ചർച്ചക്കെടുത്ത നിങ്ങളുടെ ഈ തീരുമാനം, ഒരു സംശയവും വേണ്ട, അത് ചരിത്രത്തിൽ മനോഹരമായിരിക്കുന്ന ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അല്ലെങ്കിലും നിങ്ങൾ പുതുമ തേടിയുള്ള യാത്ര നടത്തുന്ന കുട്ടികളാണ് എന്ന കൃത്യമായ ബോധ്യവും ഉള്ള ആളാണ് ഞാൻ. നമ്മളുടെ യാത്ര എന്ന് മനോഹരമായിരിക്കണം. നിങ്ങളുടെ ചിന്തകൾ നല്ല തെളിമയുള്ള ചിന്തകളായിരിക്കണം. അങ്ങനെയാണല്ലോ ചരിത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായി പോകുന്നതല്ല. ചരിത്രമുണ്ടാക്കലാണ്. ആ ചരിത്രം എന്ന് പറയുന്നത് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. നമ്മളെന്നും നടന്നു പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൽ ഒരു പുതുമയില്ല. പുതിയ വഴികളുണ്ടാക്കി അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു പുതുമയാണ്. അതൊരു ചരിത്രമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയുന്നു, അച്ചടക്കമില്ലാത്ത സാമ്പത്തിക മേഖലയുമായി എങ്ങനെയാണ് ഇസ്ലാമിക പരിസരത്ത് നിന്നുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യമില്ലാതെ, തനിക്ക് തോന്നുന്ന രൂപത്തിൽ തൻ്റെ നിലപാടുകൾക്കനുസരിച്ച് സാമ്പത്തിക മേഖലയിലെ കർമ്മശാസ്ത്രങ്ങളെയും വ്യാഖ്യാനിക്കുന്ന വർത്തമാനകാലത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന ഈ ഉദ്യമം അത് 100% ഗുണകരമാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ വഴിയിൽ
മനോഹരമായ നിങ്ങളുടെ ഈ 2 ദിവസത്തെ ഈ പ്രൗഢമായിരിക്കുന്ന ഈ സെമിനാർ, ഫിഖ് സെമിനാർ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നിങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള പ്രബന്ധങ്ങൾ അത് വായിക്കാൻ ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ ഈ പ്രബന്ധങ്ങൾ അത് തേടി നമ്മുടെ ഈ കാലത്തിൻ്റെ ചെറുപ്പക്കാരികളും വരണം, നമ്മുടെ മുതിർന്ന ആളുകൾ വരണം. എല്ലാവരും നിങ്ങളിവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് പഠിക്കണം. നിങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായി നിങ്ങളത് ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് നിങ്ങളത് കൊടുത്തയക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ ചർച്ചകളാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളുകളുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ നിങ്ങൾ സ്വരൂപിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വരൂപിച്ച ഈ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വശങ്ങളെ, സാമ്പത്തിക മേഖലയിലെ ഈ വശങ്ങളെ നിങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ഇസ്ലാമിക ശരീഅത്തിന് അനുസരിച്ചുള്ള സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടുകളെ സംഭാവന ചെയ്യാൻ ഈ 2 ദിവസത്തെ ഈ സെമിനാറിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായിരിക്കുന്ന ഈ ചടങ്ങിൽ വരാനും നിങ്ങളെ കാണാനും സാധിച്ചതിലുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖ്റു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. We shall now move to the prize distribution ceremony for the quiz competition. I may kindly ask the winners to come forward to the stage. Firstly, we request the first prize winners of the quiz competition, Jamnas Muhammad and Muhammad Inshad from Darul Huda Islamic University, Chammad, to kindly come forward and receive the award from PSH Tangal. Next, we invite the second prize winners, Rayyan and Muhammad Kesi from Darul Hasanat Islamic College, Kannadiparam, to come forward and receive the award from Mustafa Abdul Latif. Finally, we request the third prize winners, Fahim Khan EP and Muhammad Nasil M from Darul Huda Islamic University, Chammad, to kindly come forward and receive the award from Abdur Rahman Anjachavdi. Finally, we request the third prize winners, Fahim Khan EP and Muhammad Nasil M from Darul Huda Islamic University, Chammad, to kindly come forward and receive the award from Salwan Mustafa. We now move on to the most special moments of today's program, the Best Paper Award. And this honor is awarded to Muhammad Sinan AP from Darul Huda Islamic University for his paper, AI-generated Zakat System, Unlocking New Opportunities for Financial Inclusion. I request him to come forward the stage and respectfully invite PS Tangal to present the award.
ഏറെ ആദരണീയരും ബഹുമാന്യരുമായ ഈ പരിപാടിയുടെ അധ്യക്ഷ ഡോക്ടർ അയ്യൂബ് വാഫി, ഈ സമാപന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച കളികാവ് വാഫി ക്യാമ്പസിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ PSH തങ്ങൾ, വളരെ പ്രൗഢവും മനോഹരവുമായ ഒരു ആശംസാ പ്രസംഗത്തിലൂടെ നമ്മെ അഭിസംബോധന ചെയ്ത യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കരുവാരക്കുണ്ട് ഡിവിഷൻ അംഗവുമായ പ്രിയപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫ് സാഹിബ്, നിങ്ങളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ, ആശംസ നേർന്ന് സംസാരിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സിൽവാൻ മുസ്തഫ ഉൾപ്പെടെ അധ്യക്ഷവേദിയിൽ ആസനസ്ഥരായ അഭിവന്ദ്യരെ, പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല. കളികാവ് വാഫി ക്യാമ്പസിലെ വിവിധത്തിലുള്ള മനോഹരമായ ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കാനും മാറിവന്ന ബാച്ചുകളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ച ഒരാൾ എന്ന നിലക്ക് വർത്തമാനകാലത്ത് നമ്മളേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആ ചർച്ച ചെയ്തതിൻ്റെ ബൈ പ്രൊഡക്റ്റ് സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും പകർന്ന് നൽകേണ്ടതുമായ ഏറ്റവും അർത്ഥപൂർണമായ ഒരു വിഷയത്തിലാണ് 2 ദിവസങ്ങളിൽ ഈ ക്യാമ്പസിൽ ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള ഗസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ ഇത്ര മനോഹരമായൊരു പരിപാടി നിങ്ങളിവിടെ സംവിധാനിച്ചത്. അതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളെയും മുക്തകണ്ഠം അഭിനന്ദിക്കാനും പ്രശംസിക്കാനും ആദ്യം ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ മുസ്തഫ ലത്തീഫ് സാഹിബിൻ്റെ സംസാരത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കർമ്മശാസ്ത്ര രംഗത്തുനിന്ന് വർത്തമാനകാലത്തെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളും ഇടപെടലുകളിലുമൊക്കെ ഒരു പ്രത്യേക താല്പര്യത്തോടുകൂടി നമ്മുടെ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഈ സമൂഹമാണെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ്റെ സംസാരത്തിൽ ഞാൻ കേട്ട ഒരു വാക്ക്, ചരിത്രാധീന കാലം തൊട്ടുള്ള നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങൾ അലമാരകളിൽ നിന്നെടുത്ത് അതിനെ ഈ വർത്തമാന കാലത്തൊന്ന് ഡെലിബറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സെമിനാർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നതാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്രിയാത്മകമായ ചർച്ചകളിലൂടെ, സർഗാത്മകമായ ഇടപെടലുകളിലൂടെ എന്തിനും ഏതിനും പുതിയ ടെക്നോളജികളെ മാത്രം താല്പര്യത്തോടുകൂടി അല്ലെങ്കിൽ അതിനു മുന്നിൽ മാത്രം തങ്ങളുടെ ചിന്തകളെയും തലച്ചോറിനെയും തുറന്നു വെക്കുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ ഓൺലൈൻ നിക്കാഹുകൾ അധികരിച്ചു വരുന്ന നമ്മുടെ ഈ സമൂഹത്തിന് മുന്നിൽ ക്രിപ്റ്റോ കറൻസികൾ മഹറായി നൽകിക്കൊണ്ട് നിക്കാഹുകൾ നടക്കുന്ന പുതിയ കാലത്ത് എത്തിക്കൽ ഫണ്ട് പോലെയുള്ള ഫണ്ടുകളുടെ ക്രയവിക്രയങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ, അതിൻ്റെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇത്തരത്തിൽ ഭൗതിക മത സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും മഹത്തായ മാതൃക തീർക്കുന്ന വാഫി ക്യാമ്പസിലെ ഈ നാട്, ഈ സമൂഹം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളുടെ പര്യവസാനമായി ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റായി നൽകാൻ ഇത്തരത്തിലുള്ള ഫിഖ് സെമിനാറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ മേഖലകളിൽ പ്രസംഗിച്ചും പരിചയിച്ചും പ്രവർത്തിച്ചും പരിചിതരായ ഒട്ടനേകം ആളുകളെ കൊണ്ടുവന്ന് നിങ്ങൾ നടത്തിയ ഈ ശ്രമത്തെ അതിൻ്റെ ഒരു പ്രൊഡക്റ്റായി ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ ഇതിന് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ചപ്പോൾ ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ലോകം ചരിത്രത്തിൽ ആണ്ടുകൾക്ക് മുന്നേ 700 ആണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ച മൻസ മൂസയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം വായിച്ചു പോയത്. ഒരുപക്ഷെ $400 ബില്യൺ ആ മനുഷ്യന്റെ ആസ്തി എന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹം പശ്ചിമ ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ തൻ്റെ കൂടെ സഞ്ചരിച്ച വലിയ ഒരു സഞ്ചാരികളുടെ കയ്യിലെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഒട്ടനേകം സ്വർണ്ണ കിഴികളായിരുന്നു. ആ സ്വർണം വഴിയരികിൽ കാത്തുനിന്ന മനുഷ്യർക്ക് മുഴുവൻ സമ്മാനങ്ങളായി നൽകിയാണ് മൻസാ മൂസയുടെ സംഘം ഹജ്ജിന് പോയതെന്നത് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. പക്ഷേ മൻസാ മൂസയുടെ മുന്നിൽ അള്ളാഹു വരദാനമായി നൽകിയത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഒരു സ്വർണ്ണ കനക മലയുണ്ടായിരുന്നു.
അവിടെ എവിടെ ഖനനം ചെയ്തു നോക്കിയാലും സ്വർണത്തിന്റെ തുരുമ്പുകളും സ്വർണത്തിന്റെ ഖനനത്തിനുള്ള സാഹചര്യങ്ങളും ദൈവം അനുഗ്രഹമായി മൻസ മൂസയുടെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തെ ഇപ്പോഴും ലോകം ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ എഴുതി വെച്ചത്. ഇപ്പോൾ ജെഫ് ബെസോസോ, ടെസ്ലയുടെ എലൺ മസ്കിനൊക്കെ അപ്പുറത്ത് ഇപ്പോഴും മൻസ മൂസ 700 കൊല്ലം മുന്നേയുള്ള മനുഷ്യനെ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു നൽകിയ ആ ഒരു സ്വർണത്തിന്റെ മല മൻസ മൂസയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ 140 കോടിയോളം മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നമുക്ക് അങ്ങനെ ഒരു സ്വർണത്തിന്റെ മലയില്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മളുടെ ജുഡീഷ്യൽ സിസ്റ്റം, നമ്മുടെ ലെജിസ്ലേറ്റീവ് സിസ്റ്റം എല്ലാം ഇവിടെ ജീവിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിൽക്കുന്നവരാണ്. അതിനുള്ള സംവിധാനങ്ങളാണ് രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്നാണെങ്കിലും കേരളത്തിന്റെ നിയമസഭയ്ക്ക് അകത്ത് നിന്നാണെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ ഈ രാജ്യത്ത് ജീവിക്കുന്ന പിന്നാക്ക ജനവിഭാഗവും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ കമ്മ്യൂണിറ്റിക്കുള്ളത്. അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മൻസ മൂസയുടെ മുന്നിലുള്ള സ്വർണ്ണമലയില്ലാത്ത ഈ രാജ്യത്ത് എങ്ങനെയാണോ സാമ്പത്തികമായി നമ്മൾ ഇടപെടേണ്ട സാധ്യതകളും മേഖലകളും, എവിടെ നിന്നാണോ AI ജനറേഷൻ ഇപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പോസ്റ്ററുകൾ ഇറക്കിയത് ഒരു ഗ്രാഫിക് ഡിസൈനർ ആവില്ല. ഇവിടെ ഒരുപാട് ഡിസൈനർമാർ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഡിസൈനർമാരുടെ പണി കുറഞ്ഞുപോയി. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മത്സരിച്ചപ്പോൾ എൻ്റെ തന്നെ ഒരു വീഡിയോ ആദ്യം ഇറക്കിയത് AI വീഡിയോ. ഞാൻ അതിൽ അഭിനയിച്ചിട്ടില്ല, നടന്നിട്ടില്ല, പോയിട്ടില്ല. പക്ഷേ AI സാങ്കേതിക വിദ്യ എന്താണെന്നുള്ളത് ഒരു ബയോ പോലെ നാടിന് മുന്നിൽ കൊടുക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ അത്രത്തോളം ജെമിനിയിലും ആപ്പുകളിലുമൊക്കെ നമ്മളെ ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സാമ്പത്തിക ഇടപെടലുകളാണെങ്കിലും ബിസിനസ് മേഖലയിൽ നമ്മൾ ടച്ച് ചെയ്തു പോകേണ്ട മേഖലയാണെങ്കിലും അത് നമ്മുടെ മുന്നിൽ എത്തിപ്പിടിക്കേണ്ട ഒരു മലയാണ്. ആ മലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫിഖുഹും കർമ്മശാസ്ത്രവുമെല്ലാം എത്രത്തോളം ചുറ്റപ്പെടുന്ന ഒരു വൃത്തത്തിനകത്തു നിന്ന് ഇതിൻ്റെ പരമാവധി പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുമോ എന്നതിൻ്റെ പരമാവധി പഠനങ്ങൾ ഈ ഒരു ക്യാമ്പിൻ്റെ, ഈ ഒരു സെമിനാറിൻ്റെ ഭാഗമായി സമൂഹത്തിന് പകർന്നു നൽകാൻ ഈ ഫിഖ് സെമിനാറിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. We now invite Mr. Silwan Mustafa sir, founder and CEO of Silwan Tiles Gallery, to graciously deliver his felicitation remarks. Assalamu alaikum warahmatullahi wabarakatuh. ഫിഖ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഭയന്നുപോയി. എന്താ ഞാൻ അവിടെ പോയിട്ട് സംസാരിക്കാൻ? സാധാരണ ക്യാമ്പസിലൊക്കെ പോയിട്ട് കുറേ കുട്ടികളോട് തമാശയൊക്കെ പറഞ്ഞ് പോരുന്ന ഞാൻ ഈ ഫിഖ് കോൺഫറൻസിൽ വന്നിട്ട് എന്താ സംസാരിക്കാനായിരുന്നു. പക്ഷേ നമ്മളെ വൈസ് പ്രിൻസിപ്പാൾ പ്രസംഗിച്ചപ്പോൾ കുറച്ചും കൂടെ നേരം അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഞാൻ. കാരണം ഞാനൊക്കെ തപ്പി നടക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ തപ്പി നടക്കുന്ന കുറച്ച് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രസംഗത്തിലൂടെ ഇങ്ങനെ കോറിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ട് നമ്മോട് സംസാരിച്ച മുസ്തഫ സാഹിബ് അതിൻ്റെ നമ്മളെ നാട്ടിൽ 900 രൂപയ്ക്ക് ജയിലിൽ കിടക്കണവരെ രസകരമായ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന നമ്മുടെ അബ്ദുറഹ്മാൻ്റെ അദ്ദേഹം സാഹിബ്, ഇവരൊക്കെ ഇടയിൽ ഞാൻ എന്താ സംസാരിക്കാന്നാണ്. പക്ഷേ വാഫി കോളേജ് എന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു വികാരമാണ്. എന്നെ വിളിച്ചതുകൊണ്ടൊന്നല്ല, ഞാനത് നിങ്ങളെ പ്രിൻസിപ്പാളോടും വൈസ് പ്രിൻസിപ്പാളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ പുതിയ ഡെവലപ്മെൻറ്റിന് മൾട്ടി ടാലൻ്റുള്ള ആളുകളെ തപ്പി നടക്കുന്ന സംരംഭകർക്ക് വാഫി കോളേജിൽ നിന്ന് കുറച്ച് ആളുകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ടച്ച് കൂട്ടി ഞാൻ സത്യം പറഞ്ഞത്, ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചത് എന്താ അറിയോ, 2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വന്നത്. വീട്ടിൽ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ ന്യൂ ഇയർ എന്നല്ലേ വന്നത്, ഫസ്റ്റ് ദിവസമല്ലേ. ഏറ്റവും നമുക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ ഉള്ള, ഇന്നലെ ഡിസംബറിൽ നമ്മളെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ക്ലോസിംഗ് ഒക്കെ നടത്തിയൊരു ബിസിനസ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരുന്നതിൽ എനിക്ക് കാണുന്ന ഞാൻ കണ്ട ബിസിനസ് ഒരുപാട് ദീനും ദുനിയാവും ഉള്ള ഒരു വിഭാഗം ആളുകളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നുള്ളതാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ ഈ മേഖലയിൽ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുപാട് ആളുകൾ മാറി നിൽക്കുന്ന, നേരത്തെ പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ചൊന്നും ഔദ്യോഗികമായിട്ട് പറയാൻ ആധികാരികമായിട്ട് അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല. സാധാരണ ഒരു മദ്രസയിൽ 7ാം ക്ലാസ് വരെ പഠിച്ച ഞാൻ. പക്ഷേ ഞാൻ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അത് ശരിയാണോ എന്നുള്ളത് അടുത്ത ചർച്ചയിൽ നിങ്ങളെ പ്രിൻസിപ്പാളൊക്കെ പറയും. നമ്മളൊക്കെ കേട്ടില്ല കുൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് സാധിക്കുന്നതല്ലേ, എല്ലാ കാര്യവും അള്ളാഹ്ക്ക് സാധിക്കും. നമ്മളൊക്കെ പഠിച്ചിട്ട് 1 ലക്ഷത്തിൽ പരം മലായിക്കത്തീങ്ങൾ വന്നിട്ട് അള്ളാഹു 10 ആളുകൾക്ക് കുറച്ച് ഉത്തരവാദിത്തം കൊടുത്തതിനെ കുറിച്ച് നമ്മോട് പറഞ്ഞെന്ന്.
അല്ലേ? കാറ്റിനും മയക്കും അല്ലെങ്കിൽ അവർ നോക്കാനും കണക്ക് എഴുതാനും ക്യാമത്ത് നാൾ ഒക്കത്തിന് ആളെ വെച്ചിട്ട് അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കക്കൂസിലിരിക്കുന്നത് മുതൽ രാജസിംഹാസനത്തിൽ എങ്ങനെ ഇരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അശറത്തുൽ മുബശ്ശിരീൻ എന്ന് പറഞ്ഞ ഒരു 10 അംഗ സംഘത്തെ ചുറ്റുഭാഗത്ത് വെച്ചിട്ടാണ് ഇസ്ലാമിക ഭരണചക്രം തിരിച്ചിട്ടുള്ളത്. ഉമറുൽ ഖത്താബും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ പല ഭാഗത്തേക്കും ഗവർണറായിട്ട് പറഞ്ഞയച്ചിരുന്നത് അവരിലേറെ ജൂനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു. അന്ന് അവരൊക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വെച്ചിട്ട്, ഞാൻ പറഞ്ഞ സിസ്റ്റം ശരിയാണെന്ന് അറിയില്ലട്ടാ, നിങ്ങൾ ഇസ്ലാമികമായി ചിന്തിച്ചാൽ മതി. ഞാൻ മനസ്സിലാക്കിയ രീതി നിങ്ങളോട് പറയണം. മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് ഉമർ ഖത്താബ് പേർഷ്യയും റോമും കീഴടക്കിയ ഉമർ ഖത്താബിനെ വരെ അന്നത്തെ കാലത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനൊന്നും അധികാരം കൊടുക്കാതെ ഇവിടെ ഒരു കേന്ദ്രത്തിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന ഒരു കോർ ടീമിനെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ എവിടേക്കും പോകണ്ട, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷ വാർത്തയെ അറിയിച്ചു കൊടുത്തിട്ട് അവർക്ക് കൊടുത്തൊരു ബോണസും കൊടുത്തിട്ട് ഇന്ന് കുറഞ്ഞ കാലം കൊണ്ട് അന്നത്തെ നമ്മുടെ വൈസ് പ്രിൻസിപ്പാൾ പറഞ്ഞ പോലെ റഷ്യയും അമേരിക്കയും പോലത്തെ റോമിനെയും പേർഷ്യയും കയ്യിലെടുത്തുകൊണ്ട് അമ്മാനമാടിയ ഉമറുൽ ഖത്താബിനെ സൃഷ്ടിച്ച അതിനു വേണ്ടിയുള്ള സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ നമ്മുടെ ബിസിനസ്സിലേക്ക് ആക്സെപ്റ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം. സിൽവ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റുപാട്, ഞാനൊരു ഓണ്ടർപ്രണർ വലിയ സംഭവം എന്നല്ല, ഒരു കുളത്തിൽ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ നമ്മളെ കൂട്ടുകാർ തള്ളിയിട്ടിട്ട് നമ്മൾ നീന്തൽ പഠിക്കൂലേ, അല്ല പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചാവില്ലല്ലോ. അതേപോലെ ജ്യേഷ്ഠൻക്ക് അസുഖമായിട്ട് അവനക്ക് ഇരിക്കാൻ വേണ്ടി 2 ഷട്ടർ ഷോറൂമിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് 10ഓളം രാജ്യത്തിൽ പ്രസൻസ് ആയിട്ട് 25ഓളം ഷോറൂമുകളായിട്ട് നിലനിൽക്കുന്നുണ്ട് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട്. അതിന് ഞാൻ കണ്ടിട്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ പറ്റാവുന്ന രീതിയിലൊക്കെ എത്തിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ഞാൻ പറയുന്നത്, എൻ്റെ പുത്രത്താണികൾ ആദ്യ സ്ഥാപനം നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അത് മാനേജ് ചെയ്യുന്നത്. അവർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്നത് തുച്ഛമായ ഒരു വേതന കിട്ടുക. പിന്നീട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കിട്ടാത്തൊരവസരത്തിൽ അവർക്ക് ജോലി മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞാൻ തേടുന്നതും നിങ്ങളിൽ നിന്നൊരു 40ഓളം മണിമുത്തുകൾ എനിക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി വന്ന വേദിയാണിത്. വാഫികളായിട്ടുള്ള നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പഠിക്കാനും ഇസ്ലാമിക വിദ്യാഭ്യാസവും ദുനിയാവും രണ്ടുമുള്ള കുറച്ച് ആളുകളെ കിട്ടുകയാണെങ്കിൽ ഈ വരുന്ന 2026 സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ 10ഓളം കൺട്രിയിലേക്കാണ്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അതുപോലെ തന്നെ ബഹ്റൈനിലും ദുബായിലും ചൈനയിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് പോകാൻ ഞാൻ നിങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. സാധാരണ കോളേജിലൊക്കെ പോയിട്ട് കുട്ടികളോട് തമാശ പറഞ്ഞാൽ കൂടെ പറയാൻ പറ്റില്ല, സ്റ്റേജിലൊക്കെ തങ്ങളൊക്കെ ഇരിക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ നമുക്കൊരു പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പാൾ, ഡോക്ടർമാർ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മുടെ എന്താ പറയുക ജെ എൻ യു എന്നൊക്കെ ഡോക്ടറേറ്റ് എടുത്ത, ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയി. SLCയിൽ ജസ്റ്റ് പാസ്സായിട്ടുള്ള ഞാൻ ഈ ഡോക്ടർമാരൊക്കെ ഇരിക്കുന്ന ഒരു കോൺഫറൻസിൽ പോയിട്ട് എന്ത് സംസാരിക്കാനാണ്. പക്ഷേ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കണം. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സർവ്വസമ്മതനായിട്ടുള്ള ഒരാളാരാ? യൂസുഫ് അലി അല്ലേ? നമ്മൾ പല ഭാഗത്തും ഇസ്ലാമിനെതിരെ നേരിട്ടിട്ടും അല്ലാതെയും പല കോണറിൽ നിന്നും ആക്രമിക്കപ്പെടുമ്പോൾ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന അസീം പ്രേംജിയെയും യൂസുഫ് അലിനെയും ഇങ്ങനത്തെ ആളുകളൊന്നും ഇവർ ആക്രമിക്കില്ല. കാരണം അവരെ കൊണ്ട് അവർക്ക് ഉപകാരമുണ്ട്, അവർ സാമ്പത്തികമായി ഭദ്രത ഉണ്ട്. ഇസ്ലാമിക മേഖലയിൽ സാമ്പത്തികമായി ഭദ്രത ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സൊസൈറ്റിയിൽ എണ്ണപ്പെട്ട ഒരാളായി മാറും. അപ്പോൾ പതിയെ പതിയെ നമ്മൾ മുഖ്യധാരയിലേക്ക് വരും. നമുക്ക് മുഖ്യധാരയുടെ ഭാഗമാവാൻ സാധിക്കും. അവിടെ നമ്മുടെ സ്വാധീനങ്ങൾ ചെലുത്താൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഞങ്ങൾക്ക് കമ്പനികൾ ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ USA-ക്കും UK-യിലേക്കും ഓസ്ട്രേലിയയിലേക്കൊക്കെ ട്രിപ്പ് കൊണ്ടുപോകും, ടൂറ്. കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ബിസിനസ്സുകാരുണ്ടാവുക. ഞാൻ ഈ സമയം വരെ 52 രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് പോയിട്ട് വന്ന ആളാണ് കമ്പനി സ്പോൺസർഷിപ്പിൽ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ആ കമ്പനി കൊണ്ടുപോകുന്ന ട്രിപ്പിൽ ഇഷ്ടം പോലെ കള്ളുണ്ടാവും, എന്താ പറയുക ഡാൻസ് ആടും, പെൺകുട്ടികളും ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. നമ്മളുടെ ചെറുപ്പക്കാർ 900-1000 രൂപക്ക് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ചെറുപ്പക്കാരൊക്കെ ആഗ്രഹിക്കുന്ന ഓടുക്ക അങ്ങനത്തെ പോലത്തെ ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള എല്ലാ സാധനവും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പബ്ബുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവരെ എൻജോയ് ചെയ്യുമ്പോൾ 1-2 മുസ്ലിങ്ങൾ ഇതാണ് മാറി നിൽക്കും. അപ്പോൾ ഇവർ കോമൺ ആയിട്ടുള്ള ഈ പരിപാടിയിൽ നിന്ന് ഒരു സമയത്ത് ഈ മദ്യം തന്നെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പ്ലാനുകൾ മാറാൻ, അപ്പോൾ ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്ന് വളർന്ന ആളുകൾ ബിസിനസ് മേഖലയിൽ വരുമ്പോൾ ആ ടൂറിൻ്റെ തന്നെ രൂപങ്ങൾ തന്നെ മാറിപ്പോവും. ഇപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് മൊത്തത്തിൽ അത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ്.
അതേപോലെ നിങ്ങളൊക്കെ നാളെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, ആദ്യ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു ഓൺട്രപ്രണർ ആവാനാണ്. ഇപ്പം നിങ്ങളെ മുന്നിൽ ബ്ലാങ്കാണ്. പഴയ ആളുകളൊക്കെ ബിസിനസ് ചെയ്തത് ആധുനിക ലോകത്തല്ല, ഇപ്പോൾ AI വന്നിട്ടുള്ളൊരു കാലമാണ് അല്ലേ? അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ മുന്നിൽ ഇഷ്ടം പോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കാശ് എവിടെ നിന്ന് കിട്ടുക എന്ന് ആദ്യം ഒരു ചിന്ത ഉണ്ടാവും, ക്യാപിറ്റൽ എവിടെ നിന്ന് കിട്ടുക എന്നുള്ളത്. ആദ്യം വേണ്ടത് നിങ്ങൾക്ക് അതിലൊരു പാഷനും അതിൽ നിങ്ങൾക്കൊരു ആഗ്രഹമാണ് വേണ്ടത്. ക്യാപിറ്റൽ പിന്നെ വരും. ഞാൻ പറയാൻ കാരണം, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമേരിക്കയിൽ ഒരു ഓഫീസ് തുടങ്ങണമെന്നത്. അമേരിക്കയിൽ ഒരു ഓഫീസ് തുടങ്ങണ ഒരുപാട് കാശാവൂലേ? ആവൂലേ? നമുക്ക് എവിടെ നിന്ന് കാശ് കിട്ടാനാ? പക്ഷേ ഇന്ന് സിൽവാന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു, വെർച്വൽ റിയാലിറ്റി. അതായത് ഇൻട്രാക്റ്റീവ് വെർച്വൽ റിയാലിറ്റി. നിങ്ങളൊരു വീടിൻ്റെ പ്ലാൻ വരക്കാൻ കൊടുക്കുകയാണെങ്കിൽ സാധാരണ 15 ദിവസം ആവില്ലേ ഒരു ആർക്കിടെക്റ്റ് വരച്ചു തരാൻ. ഇപ്പോൾ 3 മണിക്കൂർ കൊണ്ട് പ്ലാൻ വരച്ച് അതിൻ്റെ വെർച്വൽ റിയാലിറ്റിയിലൂടെ ആ വീട്ടിലൂടെ നിങ്ങൾക്ക് VR-ലൂടെ പോയി നിങ്ങളെ വീട്ടിലെ ടൈൽസും ഫാനും ലൈറ്റൊക്കെ ഓണാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ സോഫ്റ്റ്വെയറിൻ്റെ ഇന്ത്യയിലെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറാണ് സിൽവാന്. ഇതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലുള്ള ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എന്നോട് അമേരിക്കയിൽ ടെക്സാസിൽ നിന്ന് ഒരാൾ പറഞ്ഞു, എനിക്കിവിടെ ഓഫീസുണ്ട്, എൻ്റെ ഓഫീസിൽ പകുതി സ്പേസ് നിങ്ങൾക്ക് തരാം, സിൽവാൻ ഹൈടെക്, നിങ്ങൾ 2 എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ തന്നാൽ മതി, ഇവിടുത്തെ ബിസിനസ്സിൽ 50-50, വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടെന്ന്. അമേരിക്കയിൽ ബിസിനസ് അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടാൽ മതി, അതിനനുസരിച്ച് പണിയെടുത്താൽ മതി. അമേരിക്കയിൽ ബിസിനസ് തുടങ്ങാൻ ഇന്നത്തെ കാലത്ത് ക്യാഷ് ആവശ്യമില്ല. വീട്ടിലെ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മളെ നാട്ടിലെ നൊസ്റ്റാൾജിയ ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറേ സാധനങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്ത് പോയ ഒരുപാട് മലയാളീസുകൾ കാത്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇല്ലം എന്ന പേരിൽ നമ്മളെ നാട്ടിലെ കടലമുട്ടായി കയറ്റി അയക്കുന്ന കോടീശ്വരന്മാരുള്ളവരെ കാണാപ്പോൾ. അപ്പോൾ ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി തേടി നിങ്ങൾ പോകണ്ട. നിങ്ങളെ കാലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് AI എന്ന സംഭവം. നിങ്ങളെ വലിയൊരു ലോകത്തേക്കാണ് മാടി വിളിക്കുന്നത്. ഈ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ വരാൻ പോകുന്ന ഒരു മാറ്റത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. വലിയൊരു വിപ്ലവമായിരിക്കും ദീനും ദുനിയാവും ഉള്ള ആളുകൾ വരികയാണെങ്കിൽ. നമ്മളെപ്പോലത്തെ ഒരുപാട് ബിസിനസ്സുകാർ, ഞാനിപ്പോഴത്തെ സമയത്ത് ഒരുപാട് സംസാരിക്കുന്നില്ല, ഒരുപാട് ബിസിനസ്സുകാർ ആഗ്രഹിക്കുന്നതാണ് മൾട്ടി ടാലൻ്റ് ഉള്ള ആളുകളെ കിട്ടുക എന്നുള്ളത്. അങ്ങനെ കഴിവുള്ള ആളുകൾക്ക് ശതമാനം വരെ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ തൻസാനിയയിൽ ഞങ്ങൾക്ക് ഷോറൂം തുടങ്ങി, അവിടെ കിട്ടാൻ നമുക്ക് നല്ലൊരാളെ കിട്ടിയില്ല. അവസാനം 50% പാർട്ട്ണർഷിപ്പ് കൊടുത്തത് അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കാണ്. അപ്പോൾ കഴിവും ലാംഗ്വേജും കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങളെ പാർട്ട്ണർമാരാക്കുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട, നിങ്ങൾ പണിയെടുത്തോ. ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ ഒരു ഓഫറും കൂടെ തരികയാണ്. ഒരുപാട് കുട്ടികൾ ബിസിനസ്സിനെ താല്പര്യപ്പെട്ടിട്ട് പുതിയ പ്രൊജക്റ്റുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളെ മുന്നിലുള്ള പ്രൊജക്റ്റ് കേൾക്കാൻ ആരുമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമയം തരാം, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അതിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ചില പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നാളെ തന്നെ ഫോൺ വിളിച്ചിട്ട് മുസ്തഫാക്കല്ലേ ഞങ്ങളെ അയൽവാസിയിൽ ഒരു പർദ്ദക്കടുണ്ട്, നമുക്കൊരു കല്ല് വെച്ച പർദ്ദൻ്റെ കട തുടങ്ങണം എന്നിട്ട് വരണ്ട. ഡിഫറൻ്റ് ആയിട്ടുള്ള ചിന്തകളും ഡിഫറൻ്റ് ആയിട്ട് യുണീക്കായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ 10-20ഓളം ഓൺട്രപ്രണർമാരെ സപ്പോർട്ട് ചെയ്യാനും അതിൽ ചെറിയ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ആ കുടുംബത്തിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് എന്താ പറയുക, നമുക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയ കുറച്ചൊരു വിദ്യാഭ്യാസമായിരുന്നു. ഞാൻ ബിസിനസ്സിലേക്ക് വന്നൊരു കഥയും കൂടെ നിങ്ങളോട് പറയാം. ഞാൻ അതുമാടെ പറഞ്ഞ് നിർത്തുകയാണ്. ഇന്ന് എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ 40% മുതൽ 60% വരെ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. 1 മില്യൺ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് എനിക്കുണ്ട്, 20 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്. ഇതിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്നും അതുപോലെ തന്നെ കാനഡയിൽ നിന്നും US-ൽ നിന്നും കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യുക. അത് നാട്ടിൽ ഡെലിവറി ചെയ്യുന്നൊരു സംഭവമാണ്. കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മാർക്കറ്റ്. സത്യം പറയുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിരൽത്തുമ്പിൽ ഒരുപക്ഷെ എൻ്റെയിലേറെ ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യാനും അത് അവതരിപ്പിക്കാനും കഴിവുള്ള നിങ്ങളുണ്ടാകുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള മൊബൈലാണ് അല്ലേ? നമ്മളെ കയ്യിലുള്ള മൊബൈലാണ് നമ്മുടെ കാര്യങ്ങൾ പറയാൻ. പണ്ടൊക്കെ നമ്മളുടെ ഒരു വാർത്തകൾ വരാൻ, നമ്മുടെ എവിടെയെങ്കിലും ഒരു പീഡനങ്ങളും ഒരു കൊലപാതകങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് വലിയ പ്രയാസമായിരുന്നു. ഇന്നൊന്നും വേണ്ട, ഒരു നെറ്റ് ഓണാക്കിക്കൊണ്ട് നമ്മളാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മുഖ്യധാരയിലേക്ക് എത്തൂലേ?
ഇങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരണം. ഇത്രയും വലിയൊരു കോൺഫറൻസിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് സമയം സംസാരിക്കാൻ എന്നെക്കൊണ്ടാവില്ല, കാരണം കഴിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു സദസ്സല്ല പ്രതീക്ഷിച്ചത്. മഹാനമാരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന, ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്ന, ഒരുപാട് സമയം നേരം വൈകി നിൽക്കുന്ന നമ്മുടെ ഇപ്പോൾ തിരഞ്ഞെടുത്ത ആളുകളാണ്. നമ്മുടെ മുസ്തഫ സാഹിബും അതുപോലെ അബ്ദുറഹ്മാനൊക്കെ അവർക്കൊക്കെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാവും, എനിക്കറിയാം. അതുകൊണ്ട് പിന്നീട് ഒരു സമയം ഈ ക്യാമ്പസിൽ എന്തെങ്കിലും അങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ഒരു അവസരം വരികയാണെങ്കിൽ, സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും. 1-2 മണിക്കൂർ നിങ്ങളോട് സംസാരിക്കും. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, സ്പെയിനിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അമവിയ ഭരണകൂടത്തിൻ്റെ ആ ചരിത്രം വായിച്ച ആളാണ് ഞാൻ. അബ്ബാസിയ ഭരണകൂടം അവിടെ ഭരണം ഏറ്റെടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു യൂഫ്രട്ടീസ് നദിയാണോ ടൈഗ്രീസ് നദിയാണോ എന്നറിയില്ല, അത് മുറിച്ച് കടന്ന് ഓടിയ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആൾ പോയിട്ടാണ് 900 കൊല്ലത്തോളം സ്പെയിൻ ഭരിച്ചതും അവിടെ കൊർദോവ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതും ലോകത്തിന് വിപ്ലവം എന്താണെന്ന് കാണിച്ചു കൊടുത്തതും ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തതും ഇന്നും യൂറോപ്യൻസ് പേടിക്കുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത നമ്മളൊക്കെ കാണുന്ന ബാഴ്സലോണയും റയൽ മാഡ്രിഡും ഒക്കെ ഉള്ള സ്പെയിൻ രൂപീകരിച്ചത് രക്ഷപ്പെട്ടിട്ട് ഓടിപ്പോയിട്ടുള്ള പ്രതീക്ഷ കൈവിടാത്ത ഒരു പോരാളിയായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ ആ തെക്കുവയും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഇൽമും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും കോൺഫറൻസുകളിൽ നമ്മളെ വാഫി കോളേജിൽ നിന്ന് ഒരുപാട് ബ്രാൻഡുകൾ പടുത്തുയർത്ത ഒരുപാട് ഓണ്ടർപ്രണറുടെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Now I kindly request Dr. Jalil Wafi Al-Hazari to represent the memento for our beloved guest Silwan Mustafa. Thank you very much. Now I kindly request Dr. Jalil Wafi Al-Hazari, Dean of Wafi College, Kaligaon, for the felicitation remarks. Assalamu alaikum. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. PSH തങ്ങളും മുസ്തഫ അബ്ദുൽ ലത്തീഫ് സാഹിബും സിൽവാൻ മുസ്തഫ സാഹിബും അബ്ദുറഹിമാൻ അഞ്ചച്ചവടിയുമൊക്കെ നിറഞ്ഞാടിയ ഈ വേദിയിൽ ഇനി ദീർഘമായി സംസാരിക്കുന്നില്ല. അത് അനഭിലഷണീയമാണ് എന്ന് ഞാൻ കരുതുകയുമാണ്. വളരെ സുന്ദരമായ ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങൾ ഉദിച്ച 2 ദിനങ്ങൾ, ജീവിതവും അനുഭവവും വർത്തമാനവും ഭാവിയുമൊക്കെ വളരെ ചേർന്ന് നിന്ന് സമഗ്രമായി ഇവിടെ മാറ്റുരക്കപ്പെട്ടു, നൃത്തം ചെയ്യപ്പെട്ടു. അൽഹംദുലില്ലാ, ചരിത്രവും വർത്തമാനവും ഒക്കെ നമുക്ക് എന്താണ് ആവേണ്ടത്, എന്തിനാണ് ഉപകരിക്കേണ്ടത് എന്ന് ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഒരു ജീവിതത്തിന് വെളിച്ചമാവാൻ ആവശ്യമായ സകലതും ഇവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെളിച്ചമാണല്ലോ പ്രധാനം. ആ വെളിച്ചം കിട്ടിയിട്ടുണ്ട്. ആ വെളിച്ചം ഒരു അനുഗ്രഹമായി, ആ ലഭിച്ച വെളിച്ചം ഒരു അനുഗ്രഹമായി നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ജീവിതത്തെ വളരെ പുഷ്കലമായ രീതിയിൽ, സുന്ദരമായ രീതിയിൽ ഭാവി നെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ശരിയ ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ റഫീഖ് അസ്ഹരി ഉസ്താദ്, സഹലുർ റഹ്മാൻ വാഫി ഉസ്താദ്, ഇതിൻ്റെയൊക്കെ മേലെ നിന്ന് അതിനെയൊക്കെ തിലകച്ചാർത്ത് നൽകിയ ഡോക്ടർ
യൂസുഫ് ഹുസൈൻ അൽ അസ്ഹരി ഉസ്താദ്, ഡോക്ടർ മൊയ്നുദ്ദീൻ ബാക്കവി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാർക്കും അക്ഷീണം യത്നിച്ച ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസിലെ മറ്റു വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഉന്നമനത്തിനും വിജയത്തിനും വേണ്ടി വല്ലാതെ അത്യധ്വാനം ചെയ്ത എല്ലാവരെയും, ഇതിനു വേണ്ടി 2 ദിവസമായി നമ്മളോട് സഹകരിക്കുന്ന മറ്റുള്ള എല്ലാവരോടും കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പടച്ചവൻ്റെ വക്കലിൽ നിന്ന് അർഹമായ മതിയായ അളവില്ലാത്ത പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Now I request Mazhar Hamza Wafi Campus Kaligao to receive the certificate from our beloved teacher Ayyub Ustad. Next, Majid Muhammad Ashraf Wafi Campus Kaligao. Now I would like to call Muhammad Farzak Malik Dinar Islamic Academy Kasaragod to receive the certificate from our beloved teacher Dr. Muhammad Ali Wafi. Next, Muhammad Unais C.K. Malik Dinar Islamic Academy Kasaragod. I would like to request Noor Faizi Ustad to present the certificate. Muhammad Sabit K. Malik Dinar Islamic Academy Kasaragod, and I kindly request Abdurrahman Ustad to present the certificate. Now Aman Abdul Karim Darul Huda Chammad, and I request Rafiq Wafi Ustad to present the certificate. Muhammad Jalal Sheikh Farid Awliya Da'wa College, and I request Sal Rahman Wafi Ustad to present the certificate. Muhammad Altaf AM, and I would like to invite Shamir sir to present the certificate. Abdurrahman Darul Hidayah Da'wa College Manur, and I would like to invite Abdul Wahab Wafi to present the certificate.
I kindly request Mozammil as the convener program committee Wafi Campus Kaligaon for the vote of thanks. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah wa salatu wa salam ala ashraf rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ഏറെ വൈകിയ വേളയിലാണ് നാം എല്ലാവരും ഉള്ളത്. ഇവിടെ 2 ദിവസത്തോളം നീണ്ടുനിന്ന അതിഗംഭീരമായ ഒരു പരിപാടി പരിസമാപ്തി കുറിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികമായി വളരെയേറെ സഹായങ്ങൾ ചെയ്ത നമ്മുടെ അലുമിനി സുഹൃത്തുക്കൾ, ഖത്തർ അലുമിനി, സൗദി അലുമിനി, അതുപോലെ ദുബായ് തുടങ്ങി ഒരുപാട് അലുമിനി സുഹൃത്തുക്കൾ നമ്മോട് വളരെയധികം ധനപരമായി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് സുഹൃത്തുക്കൾ, നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ബന്ധപ്പെട്ട കുടുംബ അംഗങ്ങൾ തുടങ്ങി ഒരുപാട് പേർ സാമ്പത്തികപരമായി സഹായിച്ചിട്ടുണ്ട്. അവർക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മോട് ഒരുപാട് അധികം സഹായിച്ച വേറെയും സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഇത്രയേറെ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ വളരെയധികം ഒരു ആശയുണ്ടായിരുന്നു, ഇത് എങ്ങനെ തീരുമെന്ന്. ഇത്രയധികം ഗംഭീരമായി തീരാൻ ഇതിനോട് കൂടെ ചേർന്ന് നിന്ന നമ്മുടെ ഉസ്താദുമാർ, ഓരോ കാര്യങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകിയ ഉസ്താദുമാരുണ്ട്. പ്രത്യേകം പേരുകളെടുത്ത് പരാമർശിച്ച് നന്ദി പറയാനുള്ള സമയമില്ല. അതുപോലെ ഇവിടെ നമ്മോട് സഹകരിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആസൂത്രണം ചെയ്ത് തുടങ്ങിയ പരിപാടി അതൊരു ക്യാമ്പസിന്റെ പരിപാടിയായി സമാപിക്കുകയാണ് എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങി ക്യാമ്പസിലെ ഓരോ വിദ്യാർത്ഥികളും ഇതിന്റെ ഓരോ പ്രചരണത്തിലും മറ്റുമൊക്കെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ക്ലോസിംഗ് സെറമണിയിൽ നമ്മോട് സംവദിച്ച PSH തങ്ങൾ, സിൽവാൻ മുസ്തഫ, അതുപോലെ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, അബ്ദുറഹ്മാൻ അഞ്ചച്ചൗടി തുടങ്ങി ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്നലെ രാവിലെ 10 മണി മുതൽ നമ്മോട് 10-ലധികം സെഷനുകളിൽ സംസാരിച്ച്, അതുപോലെ 13 പേപ്പർ പ്രസന്റേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ, ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തുടങ്ങി ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതുപോലെ നമ്മോട് ഇത്രയേറെ സഹകരിച്ച് നിന്ന മീഡിയ പ്രവർത്തകർ, അതുപോലെ മൈക്ക്, ഇവന്റ് മാനേജ്മെന്റ് ടീം അംഗങ്ങൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.